ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉടുമ്പൻചോല വന്നത്. അപ്പം പള്ളിയിലെ വർക്കൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി അവർ ചെയ്ത് തീർത്തു കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പം തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരുവാണ്. അപ്പം ഇതുവഴി പോകുന്ന സമയത്ത് നമുക്ക് രാമക്കൽമേടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകാനുള്ള റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളിതിൽ താമസിച്ചത് കേട്ടോ. എന്തായാലും ഇടുക്കിയിലൂടെയുള്ള യാത്രയിൽ എപ്പോഴും ഏലത്തോട്ടവും തേയിലത്തോട്ടവും മാത്രമായിരിക്കില്ല നമ്മൾ കൂടുതലും കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആണല്ലോ അതിമനോഹരമായ കാഴ്ചകൾ. അപ്പോഴത്തെ നല്ല അടിപൊളി പള്ളികളും അവിടുത്തെ ഒരു ഗാർഡനിങ് കാണാനായിട്ട് അടിപൊളിയാണല്ലോ. അപ്പോഴത്തെ ഞങ്ങൾക്ക് പോകുന്ന വഴി ഒരു വിൽമിൽ കാണാൻ പറ്റുന്നുണ്ടോ, ദൂരെ കണ്ടോ. അപ്പം അത് നല്ലൊരു കാഴ്ച തന്നെയല്ലേ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് രാമക്കൽമേട് പോണത് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് വഴി വളരെ നിശ്ചിതമല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഗൂഗിൾ മാപ്പിലൂടെ ഞങ്ങൾ പോയപ്പോൾ ആ ചേച്ചി ഞങ്ങളെ ഒന്ന് ചതിച്ചു. കാരണം ഞങ്ങളൊരു വിജനമായ പാറയുടെ മുകളിൽ ചെന്നെത്തി. അപ്പോൾ പതിയേട്ടൻ പറഞ്ഞു ഇതാണ് രാമക്കൽമേടെന്ന്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഒരു കുറവത്തി എത്തിയിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ വീണ്ടും അവിടെ ഒരാളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്തായാലും രാമക്കൽമേട് എത്തി കേട്ടോ. ശരിക്കും അവിടെ എത്തിയപ്പം നല്ല രീതിയിലുള്ള ഒരു ചൂടാണ് അനുഭവപ്പെട്ടത് കേട്ടോ. ശരിക്കും ഞാൻ ഓർത്തോടെ തണുപ്പായിരിക്കും വിചാരിച്ചു, പക്ഷെ അല്ല, നല്ല രസമുള്ള അടിപൊളി ചൂട്. അപ്പോഴത്തെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ വെയിൽ എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു പൈനാപ്പിൾ ഒക്കെ വാങ്ങിച്ചു, അവനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്തായാലും ആ കുന്നിൻ മുകളൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. പക്ഷേ നമുക്ക് തണുപ്പുള്ള സമയത്താണെങ്കിൽ നമുക്കത് ആസ്വദിച്ച് നമുക്ക് ക്ഷീണമില്ലാതെ കയറാൻ പറ്റും. അപ്പോഴത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ വേഴാമ്പൽ ഇരിക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കുരുവിക്കാനത്തുള്ള കാറ്റാടിപ്പാടത്തിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നാൽ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ആ മലമുഴക്കി പക്ഷിയുടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ KR ഹരിലാൽ എന്ന ഒരു ഇടുക്കിക്കാരൻ ശില്പിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്ചു ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് പതുക്കെ കയറി മേളിൽ ചെന്നാൽ കുറവിൻ്റെയും കുറത്തിയുടെയും ടോപ്പ് വ്യൂ നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ രാമക്കല്ലിൻ്റെയും തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലെയൊക്കെ പിന്നെ ആമപ്പാറയുടെയൊക്കെ കാഴ്ചകൾ നമുക്ക് ആ ഒരു ടോപ്പിൽ കയറി, അതായത് മലമുഴക്കി വേഴാമ്പലിൻ്റെ മുകളിൽ കയറിന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ താഴേക്ക് വരുമ്പം ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളും കൽമണ്ഡപങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ആ ഒരു നേച്ചർ ഫ്രണ്ട്ലി കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ സാധിക്കുന്ന കണ്ടോ. ഓരോരുത്തരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം തണുപ്പാണെങ്കിൽ നമ്മൾ കോടമഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ മാർച്ച് മാസമൊക്കെ ആകുമ്പം ഏകദേശം ഭയങ്കര ചൂടായിരിക്കും, അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ നമ്മൾ ആ കുറവിൻ്റെയും കുറത്തിയുടെയൊക്കെ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. അയ്യോ, ഒരു ആദിവാസി കുടുംബത്തിൻ്റെ സ്റ്റാച്ചു സന്ദർശകരെയൊക്കെ നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. ഡിസൈനർ ബാലരാമപുരത്തുള്ള ജിനൻ സിബി എന്ന ഒരു ശില്പിയാണ് ഈ സ്റ്റാച്ചുവിൻ്റെ സൃഷ്ടാവ്. ശരിക്കും സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. മണിക്കൂറിൽ ശരാശരി 35 കിലോമീറ്റർ വേഗതയിൽ ആണ് ഇവിടെ കാറ്റ് വീശുന്നതാണ് പറയുന്നത്. ചില സമയങ്ങളിൽ 100 കിലോമീറ്ററിൽ മുകളിലൊക്കെ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് കാറ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ മലയൊക്കെ ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്ക് വളരെ വലിയ ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് അവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങിപ്പോരുവാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനൊരു ടർക്കിയൊക്കെ തലേ വെച്ചിട്ട് ഇറങ്ങുകയാണ്. അയ്യോ, ഇതിൽ
ഇറങ്ങുന്ന തന്നെ ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. കാറ്റും വലിയ കാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷെ കാറ്റൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ചൂടാണ്. ഏതൊക്കെയാലും ഇവിടം വരെയൊക്കെ വന്നാലേ അപ്പോൾ തിരിച്ചു പോകുമ്പോഴേ നല്ല നല്ല സ്ഥലം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നമുക്ക് പോകാം. റോഡൊക്കെയാണെന്ന് പറഞ്ഞാലും ഭയങ്കര നമുക്ക് നടന്ന് കയറാനൊക്കെ ഒരു ഭയങ്കര ഒരു കുണ്ടും കുഴിയും പോലെ. അയ്യോ, കുറേ ബൊഗൈൻ വില്ലയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോഴത്തേ ഞങ്ങൾ ഒരു ഏകദേശം 3 മണിയോളമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അന്നേരം വിശന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോന്നപ്പോൾ നല്ല അടിപൊളി ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിർത്തി ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഒരു ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി ഒന്ന് ചായ കുടിച്ച് ഫ്രഷായി. പിന്നെ ഞങ്ങൾക്കൊരു കാർഡമം ടീയുടെ പാക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് നല്ല രുചിയല്ലേ ആ ചായ കുടിക്കാനായിട്ട്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഏലക്ക പൊടിച്ചിടുന്നതും ഇവിടുന്ന് വാങ്ങിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അടിപൊളി ചായയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ അവിടെ ആ ചായ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ചിപ്സും പിന്നെ എന്താണ് ഹൽവ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അലുവായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി അലുവായാണ്, നല്ലതാണത്. കുറച്ചേ വാങ്ങിച്ചുള്ളൂ, മധുരം ഒത്തിരി ആയിട്ട് കുറച്ചേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പാഞ്ചാലിമേട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്ത് കിടക്കുന്ന പാഞ്ചാലിമേട്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് പാഞ്ചാലിമൊത്ത് ഇവിടെ വന്നു. അപ്പം അതുകൊണ്ടാണ് പഴമക്കാർ ഇതിനെ പാഞ്ചാലിമേടെന്ന് പേരിട്ട് വിളിക്കുന്നതെന്നാണ് ഐതിഹ്യം. അപ്പോഴത്തേ നമുക്ക് ആ പാഞ്ചാലിമേടിലേക്ക് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആ എൻട്രി ഫീസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ചിലപ്പോൾ തന്നെ അവിടെ 2-3 കൽമണ്ഡപങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ അവിടെ റെസ്റ്റിംഗ് ഏരിയ പോലെയാണല്ലോ. അപ്പോഴത്തേ ശരിക്കും നമ്മൾ രാമക്കൽമേട് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ തന്നെയാണ് കേട്ടോ. ചൂടാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറിപ്പോകാനൊക്കെ. പിന്നെ അവിടെ ഒരു മസാജിങ് സെൻ്ററൊക്കെ കാണുന്നുണ്ട്. അപ്പോഴത്തേ അവിടെ താഴേക്കൊക്കെ പോകാനായിട്ട് കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേ ഒരു ഭുവനേശ്വരി ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ആൽമരോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അവിടെ. പിന്നെ ആ കാണുന്നത് കുരിശുമലയാണ്. അതെ, അവിടെ എന്തോ ഞാനടുത്ത് പാമ്പായിരിക്കുന്നു, പക്ഷേ സൂം ചെയ്ത് നോക്കിയപ്പോൾ അല്ല, ഒരു കിളിക്കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴത്തേ ഞങ്ങൾ പിന്നെയും കുറച്ചും കൂടെ മുകളിലോട്ട് കയറിപ്പോൾ ഞാൻ പതിവായിട്ട് ക്ഷീണിച്ചു. നമുക്ക് അവിടെ കയറി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ലതായിട്ട് ചൂടെടുത്തിട്ട് നമ്മളങ്ങ് ക്ഷീണിച്ചു. ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ അറിയാൻ പറ്റുന്നില്ലേ ക്ഷീണിച്ച ആവശ്യത്തിലേക്ക്. ഞാൻ ശ്രീകുട്ടനും കൂടെ അവിടെ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. കുറേ ആൾക്കാരൊക്കെ അങ്ങ് അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങ് മുകളിലോട്ട്. അപ്പോൾ അവിടെ ഒക്കെ അങ്ങോട്ടൊക്കെ അവരൊക്കെ പോകുന്നത് കണ്ടു കേട്ടോ. എല്ലാവരും ക്ഷീണിച്ച അവശ നിലയിലാണ് പോകുന്നത്. ഞങ്ങൾ കണ്ടവരെല്ലാവരും അങ്ങ് ദൂരെ ആൾക്കാർ തേണ്ട അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ദൂരം നടക്കാനുള്ള പവറില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഒത്തിരി മഞ്ഞും ഒന്നുമില്ല ഇപ്പോൾ കണ്ടോ, വെയിലൊക്കെ തന്നെയാണ്. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അത് കാരണം നമുക്ക് തിരിച്ച് പോയേക്കാം. ഈ ഇടുക്കി ജില്ലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ളത് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം ഭൂപടത്തിൽ ഇടുക്കിക്കും വയനാടിനും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിത് തിരിച്ചിറങ്ങിയപ്പം അങ്ങോട്ട് ഇപ്പോൾ കണ്ട ആ ഒരു കൽമണ്ഡപം ഉണ്ടല്ലോ. അപ്പം ആ കൽമണ്ഡപത്തിൽ ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പോരാൻ ഭയങ്കര ഒരു ക്ഷീണമായി ഞങ്ങൾ കേട്ടോ. അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ആണല്ലോ. അവിടെ വെയിൽ അടിക്കാതിരിക്കാനും അല്ലെങ്കിൽ തണുപ്പ് ഉള്ളപ്പോൾ തണുപ്പടിക്കാതിരിക്കാനുള്ള തൊപ്പിയും അതും ഉപ്പിലിട്ടതും ഒക്കെ വിൽക്കുന്ന കടകളാണല്ലോ കൂടുതലും ഉള്ളത്. അപ്പോഴത്തേ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാഞ്ചേരിപ്പള്ളി വന്നപ്പം ഒരു 6-6:30 മണിയായിട്ട് ഞങ്ങൾ ചെറിയ കാപ്പിയൊക്കെ കുടിച്ച് അതൊക്കെ ഞങ്ങൾ കോട്ടയത്തേക്ക് പോകുന്നു കേട്ടോ.
അപ്പം ഈ ഒരു യാത്ര ഞാൻ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ഓക്കെ ബായ്. വിണ്ടിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ.